അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചമ്മന്തികളാണ്. റെസിപ്പികൾ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് 3 ടൈപ്പ് ചമ്മന്തികളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ദോശയുടെയും ഇഡ്ഡലിയുടെയും ചോറിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ചമ്മന്തികളാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന റെസിപ്പികളായിരിക്കാം, കുറെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ അറിയാത്ത റെസിപ്പികളായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിൽ ചമ്മന്തികൾ ഉണ്ടാക്കാം. അതിൽ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ ഉണ്ടല്ലോ, കപ്പയുടെ കൂടെ അതുപോലെ കാച്ചില്, ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കൂടെ പിന്നെ നമുക്ക് ചോറിനോടെ കഴിക്കാം കേട്ടോ. ചോറിനോടെ കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, പക്ഷെ ടേസ്റ്റ് കൂടുതൽ ഈ കപ്പയുടെയും ചേമ്പിന്റെയും കാച്ചിലിന്റെയും ഒക്കെ കൂടെ ആയിരിക്കും. അത് നമ്മുടെ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് പോകുന്ന ഒരു ചമ്മന്തിയാണത്. പിന്നെ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെയും കഴിക്കാം, അതുപോലെ തന്നെ ഇഡ്ഡലിയുടെയും ദോശയുടെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. പിന്നെയുള്ള ഒരു ചമ്മന്തി നമ്മുടെ ചോറിന്റെയും കഞ്ഞിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചമ്മന്തികളൊക്കെ ഉണ്ടാക്കുക, കഴിക്കുക. നമ്മുടെ ചമ്മന്തിയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ ചമ്മന്തികളൊക്കെ ഇഷ്ടപ്പെട്ടോ, ഏത് ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു 3 ടൈപ്പ് ചമ്മന്തികൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചമ്മന്തി റെഡിയാക്കാൻ, ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ചമ്മന്തി. ഇതിലേക്കായിട്ട് ഞാനിപ്പോൾ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കറിവേപ്പില ഒന്നും വേണ്ട. ഈ വലുപ്പത്തിലുള്ള ഉള്ളിയാണെങ്കിൽ 3 എടുക്കാം, ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 5 എടുക്കാം. അപ്പോൾ ഈ ഉള്ളി തൊലി കളയാതെ തന്നെയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് പിന്നെ ഞാൻ എടുക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു 7 എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.25 കപ്പ് തേങ്ങയ്ക്കായിട്ട് 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ എരിവനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയിൽ ചെറിയൊരു ജലാംശം ഉണ്ടല്ലോ, ആ ജലാംശം ഒന്ന് വറ്റി ഉള്ളി ഒന്ന് കുക്കാവണം. നന്നായിട്ടങ്ങ് കുക്കായി പോകണ്ട, ഒന്ന് ലൈറ്റായിട്ട് കുക്കായി തുടങ്ങണം. അതിനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നമ്മൾ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് നമ്മൾ തീയിലാണ് ചുട്ടെടുക്കുക, ഉള്ളിയും മുളകും ഒക്കെ. ഇതാകുമ്പോൾ അങ്ങനെ ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ പുളി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാട്ടോ. ഞാൻ പുളി ചേർക്കാറില്ല ഈ ഒരു ചമ്മന്തിയിൽ. ഉള്ളിയുടെ തൊലി കളറൊന്ന് മാറി ഒന്ന് മൊരിഞ്ഞ് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയുടെ തൊലിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ആ ഉള്ളിയിലുള്ള എണ്ണമയം ഉണ്ടല്ലോ, അതൊന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ എരിവനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം കേട്ടോ. വറ്റൽമുളക് ചേർത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ. ഇതിൽ എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണ ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കുക. അപ്പോൾ വറ്റൽമുളകും ഉള്ളിയും ചേർന്ന് ഇനി ഒന്ന് കുക്കായി വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ഇത് വളരെ എന്ന് വെച്ചാൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തി റെസിപ്പിയാണ് കേട്ടോ. ഇത്രയും ഈസി ആയിട്ടൊരു ചമ്മന്തി റെസിപ്പി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് ചമ്മന്തിയാണിത്. ഇതും ഒരു മുട്ട പൊരിച്ചതുണ്ടെങ്കിൽ ചോറിന് വേറെ കറികളൊന്നും വേണ്ട, അത്രയും സുഖമായിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ അതാ നമ്മുടെ വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ചൂട് മാറിയിട്ടേ നമുക്ക് ഉള്ളിയുടെ തൊലിയൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ആ സെയിം പാൻ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ചധികം എണ്ണ വേണം, നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ എണ്ണ ചേർക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഇതുണ്ടോ, ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഈ വലിപ്പത്തിലുള്ള ഉള്ളി, ഈ വലുപ്പത്തിലുള്ള ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 20 ഉള്ളി വരെ എടുക്കുക. എൻ്റെ കയ്യിൽ വലിയ ഉള്ളിയും ചെറിയ ഉള്ളി ഉള്ളതുകൊണ്ട് ഞാനൊരു ഏകദേശം 20 ഉള്ളി വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഉള്ളി മാത്രം ഒന്ന് മുറിച്ച് ചേർക്കുന്നുണ്ട്, ചെറിയ ഉള്ളി മുറിക്കുന്നില്ല. അത് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്താണ്. ഇനി ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങട്ടെ. ഉള്ളി ഒന്ന് നന്നായിട്ട്, ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുക. ഉള്ളി കുക്കാവട്ടെ മീൻസ് നന്നായിട്ടങ്ങ് കുക്കായി പോകേണ്ട ആവശ്യമില്ല. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഉള്ളി തീയലിനൊക്കെ വഴറ്റുന്ന അത്രയും വേണ്ട, അതിലും കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചത് ചേർക്കാം. ഇത് 1 by 1 ആയിട്ട് തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് തന്നെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇഞ്ചിയുടെ കുക്കിംഗ് ടൈമല്ല നമ്മുടെ തക്കാളിയുടെ കുക്കിംഗ് ടൈം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വ്യത്യാസം വരുത്തണം. അതുകൊണ്ടാണ് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാന്ന് പറയുന്നത്. ഇഞ്ചി ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഇഞ്ചി ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഇഞ്ചിയിലുള്ള നനവൊന്ന് കുറഞ്ഞു വരണം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലൊക്കെ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് വറവ് ചേർക്കുമ്പോൾ വീണ്ടും കറിവേപ്പില ചേർക്കും. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു തക്കാളി ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ തക്കാളിയുടെ കൂടെ തന്നെയാണ് ഞാനിനി ഒരു 6 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇതിൽ വറ്റൽമുളകിൻ്റെ തണ്ട് മാറ്റിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ആദ്യത്തേൽ നമ്മൾ വറ്റൽമുളകിൻ്റെ തണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ വറ്റൽമുളകിൻ്റെ തണ്ട് മാറ്റിയിട്ട് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ടങ്ങ് കുക്കായി വരണം. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുക. അതുപോലെ തന്നെ ഉപ്പും ചേർക്കുന്നത്. ഇപ്പോൾ തന്നെ ഉപ്പ് ചേർക്കില്ല. വറ്റൽമുളക് ഇങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയിലേക്ക് വറ്റൽമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ കളറൊന്ന് മാറിപ്പോവും. അപ്പോൾ തക്കാളി ചേർത്തിട്ട് വറ്റൽമുളക് ചേർക്കുകയാണെങ്കിൽ കളറ് മാറില്ല, കുക്കായി കിട്ടുകയില്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തില്ലേ, അതുപോലെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നു തുടങ്ങും വറ്റൽമുളകിന്. ഇതൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്, ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടേ ഇല്ല. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമുക്ക് ചമ്മന്തി അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് വാളൻ പുളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പുളി വേണം എന്നുള്ളതനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ. അത് 2-3 ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കുക്കായി വരാനാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ഈ പുളിയും എല്ലാം ചേർന്ന് ഒന്നുകൂടി നന്നായി കുക്കായി വരട്ടെ. പിന്നെ ഈ എല്ലാ ചമ്മന്തികളും കല്ലിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ കല്ലിൽ അരയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് എല്ലാവരെയും പോലെ മിക്സിയിൽ തന്നെ അരയ്ക്കുക. പക്ഷേ കല്ലിൽ അരയ്ക്കുന്ന ചമ്മന്തികൾക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിയും മുളകും മാത്രം വഴറ്റി വെച്ചില്ലേ, എണ്ണ ചേർക്കാതെ, ആ ചമ്മന്തി കല്ലിൽ അരച്ചിട്ട് ആ കല്ലിലേക്ക് കുറച്ച് ചോറും കൂടി ചേർത്ത് കുഴച്ചുരുട്ടി കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് അതിന്. പക്ഷേ പറഞ്ഞ് കൊതിപ്പിക്കല്ല കേട്ടോ. ഞാൻ എൻ്റെ ടേസ്റ്റുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ. പലർക്കും അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവാം. ഒരുപാട് നൊസ്റ്റാൾജിയകളൊക്കെ ഉണർത്തുന്ന ഓർമ്മകളാണ് മലയാളികൾക്ക് ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ. ചമ്മന്തി ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ചമ്മന്തി. പിന്നെ ഈ ഒരു ചമ്മന്തിയിലും നമ്മൾ ഉള്ളിക്ക് പകരമായിട്ട് സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല കേട്ടോ. ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളി ചേർത്തിട്ടുള്ള ചമ്മന്തിക്കാണ് ടേസ്റ്റ് കൂടുതൽ. സവാള ചേർത്തിട്ട് നമ്മളിപ്പോൾ ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അല്ലാതെയുള്ള ചമ്മന്തികൾക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ. എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സവാള ചേർക്കരുത്, ഉള്ളി തന്നെ ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ചമ്മന്തിയുടെ ടേസ്റ്റ് വരുമ്പോൾ നമ്മൾ ആ ഇളക്കുന്നതൊന്നും ഇത്ര വലിയ ബുദ്ധിമുട്ടല്ല. ഈ ചമ്മന്തി ആണെങ്കിൽ നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, കഞ്ഞിയുടെ കൂടെ കഴിക്കാം. ആദ്യം നമ്മൾ വഴറ്റിയെടുത്തത് ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നല്ല ചൂടുള്ള കഞ്ഞിയുടെ കൂടെയാണ്. നല്ലൊരു കോമ്പിനേഷൻ ആ ചമ്മന്തി. ഇതാകുമ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പല ടൈപ്പ് ചമ്മന്തികൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചമ്മന്തി റെസിപ്പികൾ ചെയ്യുമ്പോൾ 2-3 ഒരുമിച്ച് തന്നെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് ചേർന്നു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പെർഫെക്റ്റ് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം കേട്ടോ. അധികം വേണ്ട.
ഈ കായപ്പൊടിയുടെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ആദ്യത്തെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൽ നനവുണ്ടാവരുത്. ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ ചെറിയ നനവുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില ചമ്മന്തികളിൽ നമ്മൾ പ്രത്യേകം പറയാറുണ്ട് മിക്സിയുടെ ജാറ് ഒട്ടും തന്നെ നനവില്ലാതെ വേണം ചമ്മന്തി അരച്ചെടുക്കാൻ എന്നുള്ളത്. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്, അതുകൊണ്ടാണ് നനവുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കായപ്പൊടിയും ചേർത്തിട്ട് 1 മിനിറ്റ് ആയിട്ടോ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും മതി. ഇതും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ചൂട് കംപ്ലീറ്റ് മാറിയിട്ടേ അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കിയ ഉള്ളിയും മുളകും ചൂട് മാറിയിട്ടുണ്ട്. നമുക്കിനി അത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറി വരും. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഉള്ളി കുക്ക് ചെയ്തില്ലേ അതങ്ങ് തൊലി കളഞ്ഞെടുത്തു കേട്ടോ. തൊലി കളഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ വിരലുകൊണ്ട് ഇങ്ങനെ തെന്നിച്ചിട്ടുണ്ടെങ്കിൽ തൊലി പോയിക്കോളും. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വറ്റൽമുളക്, കുക്ക് ചെയ്ത് തന്നെ വെച്ചിരുന്ന വറ്റൽമുളക് അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർക്കുക. പുതായത് കണ്ടോ, ഇതുപോലെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തേങ്ങ വല്ലാതെ അരഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് തേങ്ങ ചേർക്കുന്നത്. ആദ്യമേ തന്നെ തേങ്ങ ചേർക്കാതെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ചിലപ്പോൾ വീണ്ടും ചേർക്കേണ്ടി വരും കേട്ടോ. ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ഉപ്പിൻ്റെ അളവ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഈ ചമ്മന്തി എന്ന് പറയുമ്പോൾ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലൊരു ചെറിയ തരിതരിപ്പ് വേണം. നമ്മൾ ചോറിൽ കുഴിച്ച് കഴിക്കുമ്പോൾ ഇതുപോലൊരു ചെറിയ തരിതരിപ്പ് ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ചുട്ടരച്ച ചമ്മന്തി ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് അരച്ചെടുക്കും. ഇതാവുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, അടർന്നടർന്ന് കിടക്കുന്ന വിടർന്ന് കിടക്കുന്ന രീതിയിൽ നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും. ഇനി ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. എനിക്കിപ്പോൾ തന്നെ ചോറുണ്ണാൻ കൊതിയാവുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് എടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചമ്മന്തിയുടെ മിക്സ് ചൂട് മാറിയിട്ടുണ്ടാവും. ഞാൻ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഇനി അത് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ നനവ് കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും തക്കാളിയും എല്ലാം ചേർന്ന മിക്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരയ്ക്കാനായിട്ട് വെള്ളം ചേർക്കാം കേട്ടോ. ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇടയ്ക്ക് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക, എങ്കിലേ കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുമിച്ച് തന്നെ കുറേ വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളം ചേർക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും വെള്ളം ചേർത്തിട്ട് ഇളക്കി അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇത്രേ അരച്ചിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല. ഫൈനായിട്ട് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാം. പക്ഷേ ദോശയുടെയും ഇഡ്ഡലിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ ബെസ്റ്റ് ഇതുപോലെ അരച്ചെടുക്കുന്നതാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഇപ്പോൾ ഇതാ നമ്മുടെ 2 ചമ്മന്തികൾ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ വറവ് ചേർത്തിട്ടില്ല കേട്ടോ. വറവ് ലാസ്റ്റ് ചേർക്കാമല്ലോ എന്ന് വെച്ചിട്ട് ചേർക്കാതെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ചധികം ഉള്ളിയുണ്ട്. ഉള്ളി തന്നെയാണ് നമ്മുടെ എല്ലാ ചമ്മന്തികളിലും ഉള്ളത്. ഇതൊരു 20 ഉള്ളി ഉണ്ടാവും. ഈ ഉള്ളിയിലേക്ക് നമുക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം, മുളക് പൊടി ചേർക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ വറ്റൽമുളകിനാണ് കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പില്ലെങ്കിൽ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത്രയും ഒരു ചെറിയ പീസ് വാളൻപുളി, വളരെ ചെറിയ പീസാണ് കേട്ടോ. ഇതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് വേറെ ഇനി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ളൂ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ആദ്യം ഇതൊന്ന് അരയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയിലേക്കായിട്ട് ഞാനിപ്പോൾ ഇതാ കടുകും വേപ്പിലയും ഒന്ന് വെളിച്ചെണ്ണയിൽ വറവ് ചേർത്തിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് തന്നെ കഴിക്കാം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ചമ്മന്തി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചേർക്കുക. ഇതും കഴിക്കുമ്പോൾ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് നന്നായിട്ട് ചമ്മന്തിയിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ചമ്മന്തികളെല്ലാം റെഡിയായി. അപ്പോൾ
ഇതൊക്കെയാണ് നമ്മുടെ ചമ്മന്തി വിശേഷങ്ങൾ.